ഹായ് മക്കളെ, വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 2 പുതിയ കോളേജുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ CUT എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡ്രീം ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പഠിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇനി CUTയിൽ സീറ്റ് വർദ്ധിക്കാൻ വേണ്ടി പോവാണ്. CUTയെ സംബന്ധിച്ചിടത്തോളം ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പുതിയ 2 കോളേജസ് കൂടി വരുന്നു എന്നുള്ളതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി to get 2 new campuses and Veer Savarkar College here all need to know എന്ന് പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. അതിൽ ഏകദേശം 600 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസും മോഡേണൈസ് ഫെസിലിറ്റീസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പസ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഏകദേശം ഒരു 3 പതിറ്റാണ്ടായിട്ട് പുതിയ ക്യാമ്പസുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പുതിയ ക്യാമ്പസിനെ കുറിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി ആലോചിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അതിൽ പ്രധാനമായിട്ടും വരുന്ന മാറ്റം? പ്രധാനമന്ത്രി ഈ പറയുന്ന രീതിയിൽ ഈ ക്യാമ്പസിന്റെ ഉദ്ഘാടനം വിർച്വൽ എയ്ഡ് ഫൗണ്ടേഷൻ ചെയ്യാണ്. വീർ സവർക്കർ കോളേജ് ഇൻ റോഷൻപുര, നജഫ് ഗർഗ്, അക്കാഡമിക് ബ്ലോക്ക് ഫോർ വെസ്റ്റ് ക്യാമ്പസ് ഇൻ ദ്വാരക, അക്കാഡമിക് ബ്ലോക്ക് ഫോർ ഈസ്റ്റ് ക്യാമ്പസ് ഇൻ സുരജ്മൽ വിഹാർ എന്നുള്ളതാണ്. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്ന 600 കോടി ഇൻവെസ്റ്റ്മെന്റോട് കൂടി മോഡേണൈസ് ഫെസിലിറ്റിയോട് കൂടിയുള്ള ക്യാമ്പസ് ആണ്. ഈസ്റ്റ് ക്യാമ്പസ് അറ്റ് സുരജ്മൽ വിഹാർ ആൻഡ് വെസ്റ്റ് ക്യാമ്പസ് അറ്റ് ദ്വാരക സെക്ടർ 2022 ആർ ബീങ് ആഡഡ് ടു ദ existing north and south campus as part of DU's effort to expand its presence across city. അപ്പം ഡൽഹി സിറ്റിയിൽ അക്രോസ് ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രസൻസ് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു നീക്കം വരുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ ട്രാൻസ്ഫോർമേറ്റീവ് പ്രൊജക്ട്സ് ആൻഡ് ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ബീയിങ് ലോഞ്ച്ഡ് ടു ആക്സലറേറ്റ് സിറ്റീസ് ഡെവലപ്മെന്റ് മെൻഷൻ PM മോഡി ഓൺ എക്സ് ഫോർമലി എക്സിൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. മോദി ഇനാഗുറേറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വീർ സവർക്കർ കോളേജ് എന്ന് പറയുന്നത് 5-minute walk ഫ്രം വെസ്റ്റ് ക്യാമ്പസിൽ നിന്നാണ്. ഹാസ് എ ബിൽഡ് അപ്പ് ഏരിയ ഓഫ് 18,816 square meters and an estimated cost of 140 crores, which will offer modern facilities including 24 classrooms, 8 tutorial rooms, 40 faculty rooms, department libraries, conference rooms and a canteen എന്നുള്ളതാണ് പറയുന്നത്. ഈസ്റ്റ് ക്യാമ്പസിലും ഏകദേശം 15 ഏക്കറോളം വരുന്ന ഈ പറയുന്ന ക്യാമ്പസ് ഉണ്ട്. അവിടെ LLB, LLM, ഇൻ്റഗ്രേറ്റഡ് 5-year LLB പ്രോഗ്രാം ഒക്കെ ഓഫർ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ഉണ്ടാവും. ക്യാമ്പസ് വിൽ ഫീച്ചർ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് 60 ക്ലാസ് റൂംസ്, 10 ട്യൂട്ടോറിയൽ റൂംസ്, 6 മൂഡ് കോർട്സ് അതായത് ലോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസ് ആണ് അവിടെ വരാൻ വേണ്ടി പോകുന്നത്. വെസ്റ്റ് ക്യാമ്പസിൽ എന്താണ്, ഏകദേശം 107 crore വെച്ചുകൊണ്ട് ന്യൂ അക്കാഡമിക് ബ്ലോക്ക് ഫോർ ഫസ്റ്റ് ഫേസ് കവറിംഗ് 19,434 square meters, which will have 42 classrooms, 2 moot courts and a digital library, conference rooms, seminar halls and common rooms for boys and girls എന്നുള്ളതാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇതുമായി ബന്ധപ്പെട്ട് മോദിജി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും ഇമേജസും ഒക്കെയാണ് ഓൺലൈനിലായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു കണ്ടുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന പോലെ യോഗേഷ് സിംഗ് ഡൽഹി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പകരം ഒരു 1.5 വർഷം 2 വർഷത്തിനുള്ളിലായിട്ട് എന്താണ് ഈ പറയുന്ന പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സെറ്റായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്വാഭാവികമായിട്ടും സീറ്റുകൾ വർദ്ധിക്കും, അപ്പോൾ കോമ്പറ്റീഷൻ കൂടുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം CUT എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ല അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. എന്നാലും ഇത് വലിയൊരു സാധ്യതയാണ്. കോളേജുകൾ വരുന്നു, സീറ്റുകൾ വർദ്ധിക്കുന്നു, ഓപ്പർച്യൂണിറ്റി കൂടുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വർദ്ധിക്കുന്നു, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ വരുന്നു, സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റീസ് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നതാണ്. നിലവിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി യൂണിവേഴ്സിറ്റി 2 രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് നോർത്ത് എന്നുള്ള സ്വഭാവത്തിൽ, സൗത്ത് ക്യാമ്പസ് എന്നുള്ള സ്വഭാവത്തിലാണ്. ഈ പറയുന്ന പോലെ ഈ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ക്യാമ്പസുകൾ വരുന്ന സമയത്ത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള സ്വഭാവത്തിലേക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊരു വലിയ ഒരു മാറ്റമാണ്. അത് നിങ്ങൾക്ക് മുമ്പിൽ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെ CUT എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ +2 പഠിച്ചെടുക്കുന്ന കുട്ടികൾ, നിങ്ങൾ +2 സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് CUT ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ബോർഡ് എക്സാമിനേഷനും CUT ഒരേ സമയം പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. CUT ക്രാഷ് ബാച്ച് അതിൻ്റെ ലോഞ്ചിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് ക്രാഷ് ബാച്ചുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ അഡ്മിഷൻ കൗൺസിലർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.